നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള മേക്കപ്പ് മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട്. നമ്മുടെ സ്കിന്നിന് ചേരുന്ന രീതിയിൽ ഒരു ഷെയ്ഡും ബ്രാൻഡും കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇനി അത് കിട്ടിയാൽ തന്നെ നമ്മുടെ ഫേസിൽ മേക്കപ്പ് ഇടുമ്പോൾ കറക്റ്റായിട്ട് ബ്ലെൻഡ് ആയില്ലെങ്കിൽ അതൊരു പെർഫെക്റ്റ് മേക്കപ്പ് ലുക്ക് തരില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത് 5 മേക്കപ്പ് മിസ്റ്റേക്കുകളെ കുറിച്ചാണ്. നമ്പർ 1, ഓവർ വാഷിങ് യുവർ ഫേസ്. അതായത് നമ്മുടെ ഒരു ഫേസ് വാഷ് ചെയ്യുന്നതിൻ്റെ ഒരു ഐഡിയൽ രീതി എന്ന് പറഞ്ഞാൽ ട്വൈസ് ഇൻ എ ഡേ ആണ്. മോർണിംഗും നൈറ്റും ഇതാണ് നമ്മുടെ ഒരു റുട്ടീൻ വരുന്നത്. ക്ലെൻസർ ഉപയോഗിച്ച് എപ്പോഴും നമ്മുടെ ഫേസ് നമ്മൾ വാഷ് ചെയ്താൽ അത് ചിലപ്പോൾ ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഈ ക്ലെൻസർ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ എപ്പോഴും നമ്മൾ ക്ലെൻസർ ഉപയോഗിച്ച് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ ഫേസ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ഏജിങ് തോന്നും. കാരണം എല്ലാവരുടെയും സ്കിന്ന് ഡിഫറെൻ്റ് ആണ്. ഏതൊക്കെ പ്രോഡക്റ്റ് എപ്പോഴൊക്കെയാണ് നമുക്ക് ചേരുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യാനാണെങ്കിൽ വെറുതെ വെള്ളം ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്താൽ മതി. ഈ 2 ടൈം മോർണിംഗും നൈറ്റും അല്ലെങ്കിൽ നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാം. ഇനി മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി റോസ് വാട്ടർ അങ്ങനെയുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പുറത്ത് പോയിട്ട് വരുമ്പം ഈ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ക്ലെൻസർ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. സെക്കൻഡ് വൺ, അപ്ലൈ മേക്കപ്പ് ഓൺ എ ഡ്രൈ സ്കിൻ. ഈ ഡ്രൈ സ്കിന്നിൽ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക്. ചില ആൾക്കാരുടെ സ്കിൻ ഓൾറെഡി ഡ്രൈ ആയിരിക്കും. ചിലരുടെ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും ചില സമയത്ത് നമുക്ക് സ്കിന്ന് വളരെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് മോയ്സ്ചറൈസ് ചെയ്യാതെ നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിൽ, അതായത് കോമ്പാക്ട് പൗഡർ, ഫൗണ്ടേഷൻ, കൺസീലർ, ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഒരുമാതിരി കട്ട പിടിച്ചിരിക്കും. ഓരോ സൈഡിൽ ചിലപ്പോൾ ചുളിഞ്ഞ്, അല്ലെങ്കിൽ ചില സൈഡിൽ മാത്രം ഒട്ടും ചേരാതെ, മേക്കപ്പ് ഒട്ടും ചേരാതെ ഓരോ സൈഡിൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അതുപോലെ ഫേസ് വളരെ ഡള്ളായിട്ട് തോന്നും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ, ഡ്രൈ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ നമ്മുടെ ഫേസിന് നല്ല ഡീപ്പ് മോയ്സ്ചറൈസ് ചെയ്തിട്ട് മാത്രമേ മേക്കപ്പ് അപ്ലൈ ചെയ്യാവൂ. തേർഡ് വൺ, ടു മച്ച് ഫൗണ്ടേഷൻ. ചില ആൾക്കാർ വിചാരിക്കുന്നത് ഫൗണ്ടേഷൻ കുറേ ഇട്ട് കഴിയുമ്പം നല്ല ഒരു വെളുപ്പ് തോന്നും, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ഡാർക്ക്നെസ്, പിഗ്മെൻറ്റേഷൻ, ഈ ഒരു അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറ്റാൻ പറ്റുന്നു. പക്ഷെ അത് ഫൗണ്ടേഷൻ കൺസീലറും തമ്മിലുള്ള ഡിഫറൻസ് അറിയാത്തതുകൊണ്ടാണ്. ഈ പിഗ്മെൻറ്റേഷനും നമ്മുടെ ഡാർക്ക് സർക്കിൾ അല്ലെങ്കിൽ ഒരു ഡാർക്ക്നെസ് ഒക്കെ മാറ്റുന്നത് കൺസീലറാണ്. അതല്ലാതെ നമ്മുടെ സ്കിന്നിന് ചേരുന്ന രീതിയിൽ ഒരു ഷെയ്ഡ് എടുത്ത് വളരെ കുറച്ച്, ഒരു മിനിമലായിട്ടൊക്കെ കുറച്ച് ഫൗണ്ടേഷൻ ഇടുമ്പോഴാണ് നമ്മൾക്കൊരു പെർഫെക്റ്റ് ലുക്ക് കിട്ടുന്നത്. പിന്നെ അതുമല്ല, ഈ ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇയറിലും ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഇയറിലും നെക്കിലും ഒരേപോലെ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ അതൊരു മിസ്മാച്ച് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ ഫേസിന് വേറൊരു കളറ്, ഇയറിന് വേറൊരു കളറ്, നമ്മുടെ നെക്കിന് വേറൊരു കളറായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് ഫേസിലും നെക്കിലും ഇയറിലും നന്നായി ബ്ലെൻഡ് ചെയ്ത് മാത്രമേ ഫൗണ്ടേഷൻ ഉപയോഗിക്കാവൂ. ഫോർത്ത് വണ്ണാണ് ഇൻകറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് കൺസീലർ. മിക്കവർക്കുള്ളൊരു ഡൗട്ടാണ്, നമ്മുടെ ഫേസിൽ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നത് ഫൗണ്ടേഷൻ ആണോ കൺസീലർ ആണോ ആദ്യം യൂസ് ചെയ്യേണ്ടതെന്ന്. ആക്ച്വലി ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതായത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ക്ലെൻസിങ്ങും മോയ്സ്ചറും സിറവും കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ഫൗണ്ടേഷൻ. കൺസീലർ അത് കഴിഞ്ഞാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡാർക്ക് സർക്കിൾ മാറാനും പിഗ്മെൻറ്റേഷൻ മറയ്ക്കാനും പിന്നെ പിമ്പിൾസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കൺസീലർ ഉപയോഗിക്കുന്നത്. കൺസീലർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡാർക്ക് സർക്കിൾ, അതായത് കണ്ണിൻ്റെ താഴെ നമ്മൾ ഓവറായിട്ട് കൺസീലർ ഇട്ടത് കൊണ്ട് കണ്ണിൻ്റെ ഡാർക്ക് സർക്കിൾ മാറില്ല. അത് നമ്മുടെ മേക്കപ്പിൻ്റെ ഒരു കണ്ണിൻ്റെ അവിടെ ഭയങ്കര ഓവറായിട്ട് തോന്നുള്ളൂ. അതല്ലാതെ നമ്മൾ ഇപ്പം കുറച്ച് കൺസീലർ എടുത്ത് അതിങ്ങനെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കണ്ണിൻ്റെ താഴത്തെ ആ ഒരു ഡാർക്ക് സർക്കിൾ ഒന്ന് മറഞ്ഞു കിട്ടുക. അപ്പോൾ കൺസീലർ ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ചൊന്ന് സെറ്റിംഗ് പൗഡറും കൂടെ യൂസ് ചെയ്താൽ നന്നായി സെറ്റായിട്ട് അത് അവിടെ ഇരുന്നോളും. ഇനി ഒരു കൺസീലർ മാത്രം എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റില്ല. പിമ്പിൾസ് മാറ്റാനും ഈ ഡാർക്ക് സ്പോട്ട് മാറ്റാനും ഡാർക്ക് സർക്കിൾ മാറ്റാനും ഒക്കെ വേറെ കൺസീലറാണ്. അതും നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന രീതിയിൽ ഒരു ഷെയ്ഡ് എടുത്താൽ മാത്രമേ പറ്റുള്ളൂ. ഇനി ലാസ്റ്റ് വൺ, റോങ് ബ്ലെൻഡിങ് ടെക്നിക്സ്. അതായത് നമ്മുടെ ഫേസിൽ എത്ര മേക്കപ്പ് ഇട്ടാലും അത് നന്നായി ഫേസിൽ ബ്ലെൻഡ് ആയില്ലെങ്കിൽ ഈ പെർഫെക്റ്റ് മേക്കപ്പ് ലുക്ക് കിട്ടില്ല. ഇപ്പോൾ കൺസീലർ ഇട്ടാലും ഫൗണ്ടേഷൻ ഇട്ടാലും കോമ്പാക്റ്റ് ഇട്ടാലും ഇത് നന്നായി നമ്മുടെ ഫേസിൽ ബ്ലെൻഡ് ആവണം. അതിന് നമുക്ക് ബ്രഷോ അല്ലെങ്കിൽ സ്പോഞ്ചോ കൈയും ഉപയോഗിക്കാം. ബ്രഷും സ്പോഞ്ചും യൂസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 വീക്സ് കൂടുമ്പോഴെങ്കിലും ഈ ബ്രഷും സ്പോഞ്ചും കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും. ഇനി അതല്ല, നമ്മുടെ കൈ ഉപയോഗിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നന്നായി കൈ വാഷ് ചെയ്ത്
ഫൗണ്ടേഷൻ ഇടുമ്പോഴാണെങ്കിലും കൺസീലർ ഇടുമ്പോഴാണെങ്കിലും കോമ്പാക്റ്റ് ഇടുമ്പോഴാണെങ്കിലും കൈ വാഷ് ചെയ്ത് നമ്മുടെ ഫേസിൽ നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഫുൾ ഫേസിൽ ഫില്ലാവുള്ളൂ. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് കട്ട പിടിച്ച് അവിടെ ഇവിടെ ഫില്ലാവാതിരിക്കും. അതുകൊണ്ട് ബ്ലെൻഡിങ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സോ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി വേറൊരു കാര്യം, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ലൈറ്റുള്ള സ്ഥലത്ത് ഇരുന്ന് മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫില്ലായോ, എവിടെയൊക്കെ ഫില്ലായോ എന്നറിയില്ല, അല്ലെങ്കിൽ ഓവറാണോ, ഇനി അതെല്ലാം ഡള്ളായോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ലൈറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ച് കുറച്ച് നല്ല ലൈറ്റുള്ള സ്പോട്ടിൽ വെച്ച് നമ്മൾ ഫേസിൽ മേക്കപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ദിസ് ഇസ് അഖില മാർട്ടിൻ സൈനിങ് ഓഫ്.